പുസ്തകം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ മോശയുടെ സ്വന്തം കഴിവിലുള്ള സംശയപ്രകടനത്തിലൂടെ യഹോവയായ ദൈവം കോപിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ഫറവോയുടെ നാശത്തിന് ആഗ്രഹിക്കുന്നതിലൂടെ ദൈവം കോപിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെയും ആവർത്തന പുസ്തകം 9-ാമത്തെ അധ്യായത്തിൻ്റെ 9 മുതൽ 22 വരെയുമുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ യഹോവയായ ദൈവം കോപിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഫറവോയെ നശിപ്പിക്കുന്നതിന് യഹോവയായ ദൈവത്തിൻ്റെ കോപം മുഖാന്തരമായി തീർന്നതായി പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്നു. അന്യാഗ്നി ദൈവസന്നിധിയിൽ